ആദ്യ കുർബാന സ്വീകരിക്കുന്ന ഒരു ചടങ്ങ് നമ്മുടെയൊക്കെ ചർച്ചകളിലുണ്ടല്ലോ അല്ലേ, ആദ്യ കുർബാന സ്വീകരിക്കുന്നത്. സത്യത്തിൽ ഇനിയിപ്പോൾ ഈ മെയ് മാസം വരിക, ഇനി സീസണാണ് വരുന്നത്. ഈ ആദ്യ കുർബാന സ്വീകരിക്കുന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഇത് എന്തിനാണ് സ്വീകരിക്കുന്നതെന്ന് ആർക്കെങ്കിലും അറിയാം? ഇനി പോട്ടെ, ഈ ഇരിക്കുന്ന ഇപ്പോൾ ഇവിടെ എന്തായാലും ഒരു 19 പേരുണ്ടല്ലോ, നിങ്ങൾ ആദ്യ കുർബാന സ്വീകരിച്ചപ്പോൾ, ആദ്യമായി യേശുവിനെ സ്വീകരിച്ചപ്പോൾ എന്തിനാണ് സ്വീകരിച്ചതെന്ന് വ്യക്തമായി ബോധ്യമുള്ള എത്ര പേരുണ്ട്? ഒന്ന് കരം വെക്കാമോ? ആ പറഞ്ഞൊന്നും ഓർമ്മയുണ്ട്? നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയാമോ? എത്ര 11, 12 വയസ്സിലേക്കായിരിക്കും ചിലപ്പോൾ ഈ ആദ്യ കുർബാന സ്വീകരിക്കുന്നത്. ഈ 12ാം വയസ്സിൽ കിട്ടിയ അറിവാണ് 70ാം വയസ്സിലും ഇരിക്കുന്നത്. അതിനപ്പുറത്തോട്ട് വേറൊരു കാര്യത്തിലേക്ക് നമ്മൾ പോയിട്ടില്ല. ഈ അച്ഛന്മാർ കുമ്പസാരത്തിലിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളായ ചില അച്ഛന്മാരുണ്ട്. അപ്പോൾ ഈ അച്ഛന്മാരോട് ഞങ്ങൾ കൗതുകത്തോട് ചോദിക്കും, അച്ഛാ ഈ കുമ്പസാരിപ്പിക്കാൻ വരുമ്പോഴുള്ള കൗതുകങ്ങൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തിരിക്കുന്നത് ചോദിക്കും. അവരെ മക്കളെ, അത് കുമ്പസാര രഹസ്യമാണ്, നിങ്ങളോടൊന്നും പറയാൻ പാടില്ല, എന്നാലും കൗതുകം പറയാം. എടാ 12ാം വയസ്സിലുള്ള കുമ്പസാരവും 70ാം വയസ്സിലുള്ള കുമ്പസാരം ഇവർ പറയുന്ന സെയിം പാപമാണ്. അന്ന് സിസ്റ്റേഴ്സ് പഠിപ്പിച്ച അതേ കാര്യം തന്നെയാണ് ഈ 70ാം വയസ്സിൽ അപ്പച്ചൻ വന്നിട്ടും പറയുന്നത്. കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല, അതിങ്ങനെ കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. ഇത് എന്നെ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ക്രിസ്തുവിനെ അറിയുക എന്നുള്ളത് ക്രിസ്ത്യാനിയുടെ ഒരു പ്രശ്നമേ അല്ലാതെയായി മാറി. നമ്മുടെ പ്രശ്നം ഭൗതികമായി എന്തൊക്കെ നേടാൻ പറ്റും, എങ്ങനെ പണം ഉണ്ടാക്കാൻ പറ്റും, എങ്ങനെ ലോകത്ത് ഏറ്റവും ഉന്നതിയിലെത്താൻ പറ്റും, പള്ളി കമ്മിറ്റിയിൽ ഏറ്റവും ശ്രേഷ്ഠനാകാൻ പറ്റും, ഇത്തവണത്തെ തിരുനാൾ കമ്മിറ്റിയിൽ എങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, വെടിക്കെട്ട് എത്രത്തോളം ശ്രേഷ്ഠമാക്കാൻ പറ്റും, ലൈറ്റ് അറേഞ്ച്മെൻറ്റ് എങ്ങനെ വ്യത്യസ്തമാക്കാൻ പറ്റും, ഇങ്ങനെ എന്തൊക്കെ ആഘോഷ പരിപാടികൾ മാറ്റാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് നമ്മുടെയൊക്കെ ആളുകളുടെ ചിന്ത. അതല്ലാതെ എൻ്റെ ക്രിസ്തു എന്താണ്, ക്രിസ്തു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു, ഞാൻ എന്തിനാണ് വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത്, ഞാൻ എന്തിനാണ് ഈ ശരീരരക്തങ്ങൾ ഭക്ഷിക്കുന്നത് എന്ന് ഈ 11 വയസ്സോ 10 വയസ്സോ ആദ്യമായി കുർബാന സ്വീകരിക്കുന്ന കുഞ്ഞോ ഇന്നും കുർബാന സ്വീകരിക്കുന്ന അപ്പച്ചനോ അമ്മച്ചിയോ പലർക്കും ഇതറിയില്ല എന്നുള്ളതാണ് സത്യം. അതായത് ഒരു ചടങ്ങിന് നമ്മളിതൊക്കെ ചെയ്തു വെക്കുന്നു, ഒരു ആഘോഷ പരിപാടി, ഒരു ചടങ്ങ്. ഇന്നിപ്പോൾ നാട്ടുകാരെ വിളിച്ച് ആദ്യമായി നടത്താൻ പറ്റുന്നൊരു ആഘോഷമായിട്ടുള്ളൊരു പരിപാടിയാണ്. അതായത് ഇന്ന് യുവാക്കളുടെ ഇടയിലും അല്ലെങ്കിൽ പുതിയ തലമുറയിലും ആരാണ് ക്രിസ്തു, എന്താണ് യേശു എനിക്ക് വേണ്ടി ചെയ്തത് എന്ന് അറിയുന്നവർ വളരെ ചുരുക്കമാണ്. ഇത് നമ്മുടെ കത്തോലിക്കരുടെ ഇടയിലുള്ളൊരു സൈഡാണ്. ഇനി നമ്മൾ വേറൊരു സൈഡ് എടുക്കുക, വചനത്തോട് ഭയങ്കര തീഷ്ണതയുള്ള, ദൈവവചനത്തോട് ആഴമായ അറിവുകളും, ബൈബിൾ എന്താ പറയുക, അവരുടെ ഓരോ വാക്കുകളിലും ബൈബിൾ വചനങ്ങളായിരിക്കും പറയുന്നത്. ഇങ്ങനെ പറയുന്ന മറ്റു കുറേ ആളുകളുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, പ്രാർത്ഥന മാത്രമായിട്ട് നടക്കുന്ന ചില ആളുകളുണ്ട്. നമുക്കറിയാലോ, പെന്തക്കോസ്തോ പ്രൊട്ടസ്റ്റൻ്റോ ഇനി ഏത് സ്വതന്ത്ര സഭകളോ, ഇനി അങ്ങനെയുള്ള പലവിധ ടീമുകളുണ്ട്. ഇവർക്കും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇന്നും കാര്യമായ അറിവില്ല. എന്നെ കഴിഞ്ഞ ആഴ്ചയിൽ കുറേ ആളുകൾ, കഴിഞ്ഞ ആഴ്ച നമ്മൾ യൂട്യൂബുമായി ബന്ധപ്പെട്ട് ഒത്തിരി ക്ലാസ്സുകൾ, പ്രത്യേകിച്ച് അന്ത്യത്താഴവുമായി ബന്ധപ്പെട്ട് പല ക്ലാസ്സുകളും ഇട്ടു. അപ്പോൾ ഈ വിളിച്ച വ്യക്തികളെല്ലാം എന്നോട് പറയുന്ന ഒറ്റ വിഷയമേ ഉള്ളൂ, ഇത് വെറും ഒരു ആചരണം മാത്രമാണ്. ഒരു ടീം പറയുന്നത് അങ്ങനെയാണ്, ഇത് വെറും ഒരു ആചരണം മാത്രമാണ്, ഇതിന് യാതൊരുവിധ പശ്ചാത്തലവുമില്ല, ചരിത്ര പശ്ചാത്തലമില്ല, അപ്പസ്തോലിക പാരമ്പര്യമില്ല, ഇത് ഒരു ആചരണം മാത്രമാണ്, വേറെ ഒന്നുമില്ല. അതായത് എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് കട്ട് ചെയ്യുന്നത് എന്താണ്, അത് ഓർമ്മിക്കുക, ഞാൻ ഇത്ര വർഷം മുമ്പ് ജനിച്ചു, അമ്മയെ വേദനിപ്പിച്ച് ഞാനിങ്ങനെ പുറത്തേക്ക് വന്നു, അതിന് ഒരു ആഘോഷം, കേക്ക് കട്ട് ചെയ്ത് ഞാൻ ആഘോഷിക്കുന്നു, ഒരു ആചരണം, ഞാൻ ഓർമ്മ ആചരിക്കുന്നു. എന്തിൻ്റെ? എൻ്റെ ജനനത്തിൻ്റെ ഓർമ്മ ഞാൻ ആചരിക്കുന്നു. ഇത് തന്നെ ഇങ്ങനൊരു ഓർമ്മയാചരണം മാത്രം, ക്രൂശിൽ കർത്താവ് എനിക്ക് വേണ്ടി ബലിയായി, ഇങ്ങനൊരു ഓർമ്മയാചരണം മാത്രമാണ് എന്നുള്ളതാണ് മറ്റൊരു സൈഡ് പറയുന്നത്. അവരുടെ വിശ്വാസം അതാണ്. പക്ഷേ ഇത് രണ്ടുമല്ലാതെ വേറൊരു ചിന്തയുള്ള കുറച്ച് ആളുകളെ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ കാണാൻ തുടങ്ങി. പ്രത്യേകിച്ച് നമ്മുടെ യൂട്യൂബിൽ സ്ഥിരമായി കമൻറ്റ് ചെയ്യുന്നൊരു ടീമുണ്ട്, ഇൻഷോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഐഡി, ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. പുള്ളി പറയുന്ന കാര്യം ഇതാണ്, ഈ പറയുന്ന അന്ത്യത്താഴം അല്ലെങ്കിൽ കുർബാന, ഈ പറയുന്ന യേശുവിൻ്റെ ശരീരരക്തങ്ങൾ, ഇതെല്ലാം യഹൂദർക്ക് മാത്രമുള്ളതാണ്, ആർക്കില്ല, നമുക്ക് ഇങ്ങനൊരു സംഭവമേ പറഞ്ഞിട്ടില്ല. യഹൂദർക്ക് മാത്രമാണ് ഈ വിഷയം പറഞ്ഞിരിക്കുന്നത്, അതല്ലാതെ ക്രിസ്ത്യാനികൾക്ക് ആകമാനം പറഞ്ഞിട്ടുള്ള കാര്യമല്ല, അത് അവർക്ക് മാത്രമുള്ളതാണ്. അതുകൊണ്ട് അതും വ്യത്യസ്തമാണ്. ഇത് രണ്ടും രണ്ടായിട്ട് മനസ്സിലാക്കണം. വിജാതീയരുടെ രക്ഷ അത് പൗലോസാണ്, വിജാതീയരുടെ അപ്പസ്തോലൻ, അത് വിജാതീയരുടെ രക്ഷ. യഹൂദരുടെ രക്ഷ അത് മറ്റൊരു തലത്തിൽ മനസ്സിലാക്കണം, അത് വേറെയാണ്. ഇത് രണ്ടും രണ്ടായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ ഈ കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ എന്നാണ് അവരുടെ വാദം. ഇങ്ങനെയും വാദിക്കുന്നവരുണ്ട്. എത്ര ബൈബിൾ ഉണ്ട് ലോകത്ത്? യഥാർത്ഥത്തിൽ ലോകത്ത് ഒറ്റ ബൈബിളേ ഉള്ളൂ, ഒരേ ഒരു ബൈബിളേ ഉള്ളൂ. ഇതിനകത്ത് ചില പുസ്തകങ്ങളിലുള്ള വ്യതിയാനങ്ങളുണ്ട്. അതായത് POC ബൈബിളും സത്യവേദോസവും തമ്മിൽ ആകെ 7 പുസ്തകങ്ങളുടെ വ്യത്യാസമാണുള്ളത്. ആ 7 പുസ്തകങ്ങൾ തന്നെ POC പോലും പറയുന്നത് അത് ഡ്യൂട്രോ കാനോണാണ്, അതായത് ഉത്തര കാനോനികം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്.
ആ പുസ്തകങ്ങൾ 1500 ശേഷമുള്ള തെന്ത്രോസ് ഊനോദോസിലാണ് അത് അംഗീകരിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ 66 പുസ്തകങ്ങൾ അടങ്ങുന്ന ആ പുസ്തകത്തെ ദൈവവചനമെന്ന് ലോകത്തുള്ള എല്ലാ ക്രിസ്ത്യാനികളും സകലരും അംഗീകരിക്കുന്നു. ഈ 7 പുസ്തകങ്ങൾ, അത് ന്യൂ ടെസ്റ്റ്മെൻ്റ് അല്ല, പുതിയ നിയമത്തിലല്ല, ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലെ ഈ 7 പുസ്തകങ്ങൾ, ആ 7 പുസ്തകങ്ങൾ ദൈവവചനമാണോ അല്ലയോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങൾ കുറച്ച് ആളുകൾക്കുണ്ട്. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. പക്ഷേ ഈ ഒരൊറ്റ ബൈബിൾ വെച്ച് ഇപ്പോൾ എത്ര ഡിനോമിനേഷൻ ഉണ്ട്, എത്ര രീതിയിലുള്ള പഠനമുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ചിന്തിക്കാൻ പോലും പറ്റില്ല, കണക്ക് കൂട്ടാൻ പറ്റില്ല, അത്രയധികം ഉണ്ട്. 10,000, 40,000, 40,000 ഉണ്ട് എന്നുള്ളതാണ് ഏകദേശ കണക്ക്. ഇത് തന്നെ യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്ത പല കേസുകളും അതിൻ്റെ കൂടെ ഉണ്ട് താനും. ഇനി നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഈ 40,000-ൽ ഏതാണ് കറക്റ്റ്, ഏതാണ് പെർഫെക്റ്റ്? ഇനി ഞാൻ പറയുന്നതാണോ പെർഫെക്റ്റ്? ചിലപ്പോൾ ആയിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം, അല്ലേ? സഭ പഠിപ്പിക്കുന്നതാണോ ശരി? ആയിരിക്കാം, അല്ലാതിരിക്കാം. നമുക്കിപ്പോൾ കൺഫ്യൂഷനാണ്. ചരിത്രങ്ങൾ പരിശോധിച്ചാൽ അനേക മേഖലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡീവിയേറ്റ് ചെയ്ത് നിൽക്കാം. ഇനി ആകെ സത്യം തിരിച്ചറിയാൻ നമുക്ക് ഒറ്റ വഴിയുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് എന്ത് തരണം? ഒരു ബോധ്യം തരണം. ഇത് മാത്രമേ നമുക്ക് ഉള്ളൂ. ആ ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന ബോധ്യങ്ങൾ ഈ വിശുദ്ധ വേദപുസ്തകത്തിന്, ഈ വചനത്തിന്, ഈ ബൈബിളിലെ വാക്യങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി തന്നെ ആയിരിക്കണം നമുക്ക് തരേണ്ട ബോധ്യം. അല്ലാതെയും ബോധ്യം ഉണ്ടാകും. നമുക്ക് സ്വതന്ത്രമായ പല ബോധ്യങ്ങളുണ്ടാകും. പക്ഷെ അതൊന്നും ദൈവവചന അടിസ്ഥാനമാകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ദൈവവചന അടിസ്ഥാനത്തിൽ കർത്താവ് സത്യം ബോധ്യം തന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഈ വചനം എഴുതിയതിൻ്റെ ഉദ്ദേശം ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത് തന്നെ യോഹന്നാൻ സുവിശേഷം പറയുന്നുണ്ട്, വെളിപ്പാട് പുസ്തകം പറയുന്നുണ്ട്, ഇതിലേക്കൊന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ സുവിശേഷം എഴുതി അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് ഇത് തന്നെ ക്രിസ്തുയേശുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കേണ്ടതിനാണ്. നമുക്ക് രക്ഷയ്ക്ക് വേണ്ടിയുള്ള സകല കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്, എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഇതനുസരിച്ച് മുന്നോട്ട് പോയാലേ രക്ഷ പ്രാപിക്കത്തുള്ളൂ എന്നുള്ളത് സത്യം തന്നെയാണ്. നമുക്കൊരു വചനം വായിക്കാം. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 31-ാം വാക്യം. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഞാൻ ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാ വരുന്നു. അപ്പൊ ഒന്ന് ഇസ്രായേലിനോടും മറ്റൊന്ന് യൂദായോടും. അതായത് 12 ഗോത്രങ്ങളെ രണ്ടായിട്ട് വിഭജിച്ച് കിടക്കുക, ഒരു 10 ഒരു 2 കിടക്കുക. ഒന്ന് ഇസ്രായേലും മറ്റൊന്ന് യൂദായും. അപ്പോൾ ഈ 12 ഗോത്രങ്ങളോടാണ് ആര് ചെയ്യുന്നത്? ഈ ഉടമ്പടി ചെയ്യുന്നത് കർത്താവ് ഈ ഉടമ്പടി ചെയ്യുന്നതായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഇതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ചില ആളുകൾ ഇങ്ങനെ പറയുന്നു അത് യൂദാ ഇസ്രായേലിനോട് മാത്രം ചെയ്ത ഉടമ്പടിയാണ്. പുതിയ ഉടമ്പടി ഇസ്രായേലിനോട് മാത്രമാണ്, നമ്മളോട് യാതൊരുവിധ ബന്ധവുമില്ല എന്നുള്ളതാണ് ഇവർ വാദിച്ചു വരുന്ന പ്രധാനപ്പെട്ട വിഷയം. കാരണം അത് പഠിപ്പിച്ചത് പൗലോസ് ലീഹയാണെന്നാണ് പറയുന്നത്. പൗലോസ് തൻ്റെ ലേഖനങ്ങളിലൂടെ വിജാതീയരുടെ അപ്പസ്തോലൻ എന്ന രീതിയിൽ ഈ 2 മേഖലകൾ പഠിപ്പിച്ചു എന്നുള്ളതാണ് അവർ പ്രധാനമായിട്ടും ഈ കാര്യത്തിന് വെക്കുന്ന വാദം. എഫേസ്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 8ഉം 9ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. വിജാതീയരോട് ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാനും സകലത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാനും ഒതുങ്ങുന്ന വരം വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരമായ എനിക്ക് നൽകപ്പെട്ടു. അതായത് പൗലോസ് ലീഹ വിജാതീയരുടെ അപ്പസ്തോലനായി ആ പദവി അവകാശപ്പെടുന്ന ഒരു വാക്യമായിട്ടാണ് അവരിതിനെ കാണുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് വിജാതീയരോട് ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാൻ അറിവ് ലഭിച്ചത് എനിക്ക് മാത്രമാണ് എന്ന രീതിയിൽ പൗലോസ് ഒരു അവകാശവാദം വെച്ചു എന്നാണ് ഈ വചനം വെച്ച് അവർ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഒന്നും കൂടെ വചനം ഒന്ന് വായിച്ചു നോക്കിക്കോ. വിജാതീയരോട് ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാനും സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്ത, അതായത് യുഗയുഗാന്തരം അടഞ്ഞു കിടന്ന, തുറക്കാതെ നിഗൂഢമായി സ്ഥിതി ചെയ്ത രഹസ്യത്തിൻ്റെ മർമ്മം. അത് രഹസ്യമാണ്, അതിനൊരു മർമ്മമുണ്ട്. അത് വെളിപ്പെട്ടത് ആർക്കാണ്? അപ്പസ്തോലനായ പൗലോസിന് മാത്രമേ വെളിപ്പെട്ടിട്ടുള്ളൂ. വേറെ ആർക്കെങ്കിലും വെളിപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഈ പൗലോസിനെ മാത്രമേ ഈ മർമ്മം വെളിപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളതാണ് ഈ വാക്യം പറയുന്നതാണ് മനസ്സിലാക്കുന്നത്. ഒന്നുകൂടി വായിച്ചോ വചനം, അതിൻ്റെ 9-ാം വാക്യം. സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിന്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാൻ ഉതകുന്ന വരം വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരമായ എനിക്ക് നൽകപ്പെട്ടു. ഏറ്റവും നിസ്സാരനായ എനിക്ക്, പൗലോസ് പറയാ, പൗലോസിനാണ് അത് നൽകപ്പെട്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. ഗലാത്യ ലേഖനം 2:7-8 വാക്യങ്ങളോടും വായിക്കും. പരിച്ഛേദിതർക്കുള്ള സുവിശേഷം പത്രോസിന് എന്നതുപോലെ അപരിച്ഛേദിതർക്കുള്ള സുവിശേഷം എനിക്കും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പരിച്ഛേദിതർക്ക്, ആരാണ് പരിച്ഛേദിതര്? യഹൂദര്, 12 ഗോത്രത്തിലുള്ളവര്. അവർക്കുള്ള സുവിശേഷം ആർക്കാ നൽകപ്പെട്ടത്? പത്രോസിനും യാക്കോബിനും മറ്റുള്ളവർക്ക് നൽകപ്പെട്ടതുപോലെ അപരിച്ഛേദിതർക്കുള്ള സുവിശേഷം പൗലോസിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പൗലോസ് വിജാതീയരുടെ അപ്പസ്തോലൻ. വിജാതീയരെ
നടത്തേണ്ടത് പൗലോസിൻ്റെ സുവിശേഷം. അത് വേറൊരു രഹസ്യം. സ്വജാതിയർക്ക് അല്ലെങ്കിൽ പരിച്ഛേദിതർക്ക്, യഹൂദർക്ക്, ആ 12 ഗോത്രങ്ങൾക്ക് മറ്റൊരു സുവിശേഷം. ഇത് ഈ രീതിയിൽ വിഭജിച്ച് കണ്ടാൽ മാത്രമേ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് ഇവർ പ്രധാനമായിട്ടും പഠിപ്പിക്കുന്നത്. ആ വാക്യം ഒന്നുകൂടി വായിച്ചോ, 7-8 വാക്യം. പരിച്ഛേദിതർക്കുള്ള സുവിശേഷം പത്രോസിന് എന്നതുപോലെ അപരിച്ഛേദിതർക്കുള്ള സുവിശേഷം എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കി. എന്തെന്നാൽ പരിച്ഛേദിതർക്കുള്ള പ്രേക്ഷിതത്വം പത്രോസിലൂടെ നിറവേറ്റുന്നവൻ തന്റെ വിജാതിയർക്ക് വേണ്ടി എന്നിലൂടെ പ്രവർത്തിക്കുന്നു. അപ്പൊ നിങ്ങൾ പറ, ഈ വിശുദ്ധ കുർബാന നമുക്കുള്ളതാണോ? കാരണം ഈ പറയുന്ന സംഭവം സ്ഥാപിക്കപ്പെട്ടത് 12 ഗോത്രങ്ങളോടാണ്, യഹൂദ ഗോത്രങ്ങളോടാണ്. നമ്മളോട് ഇത് സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. നമുക്ക് യഹൂദരുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നുള്ളതാണ് ഇവർ പ്രധാനമായിട്ടും വയ്ക്കുന്നൊരു വിഷയം. ഈ വിഷയത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ശരിയാണ്. ഇനി ഹെബ്രായ ലേഖനം അതിൻ്റെ 8-ാം അധ്യായം കൂടി വായിച്ചോ. ഹെബ്രായ ലേഖനം 8 മുതൽ വാക്യങ്ങളൂടി വായിച്ചോ. അപ്പോൾ കുറച്ചും കൂടി അത് ക്ലിയർ ആകും. പറയും, അവിടുന്ന് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അരുളി ചെയ്യുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ കുടുംബവും യൂദ കുടുംബവുമായി. അവിടെയും പറയുന്നു, ഇസ്രായേൽ കുടുംബവും യൂദ കുടുംബവുമായി ഞാനൊരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്ന ദിവസങ്ങൾ വരുന്നു. ആ ഉടമ്പടി അവരുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ അവരെ കൈപിടിച്ച് നടത്തിയ ആ ദിവസം അവരുമായി ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കില്ല. അതായത് അവിടെ പഴയ മോശയോട് ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കത്തില്ല ആ ഉടമ്പടി. എന്തെന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എന്റെ ഉടമ്പടിയിൽ ഉറച്ചു നിന്നില്ല. അവർ അന്നേ ഉറച്ചു നിന്നില്ല, കള്ളന്മാരായിരുന്നു. അതുകൊണ്ട് ഞാനും അവരെ ശ്രദ്ധിച്ചില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിവസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ഭവനവുമായി ഞാൻ ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. എന്റെ നിയമങ്ങൾ അവരുടെ മനസ്സിൽ ഞാൻ സ്ഥാപിക്കും, അവരുടെ ഹൃദയത്തിൽ ഞാൻ അവ ആലേഖനം ചെയ്യും. ഇവിടെ ഈ ഫെബ്രായ ലേഖനം വന്നപ്പോൾ ആദ്യം ഇസ്രായേൽ ഭവനത്തോടും യൂദ ഭവനത്തോടും എന്നല്ലേ തുടങ്ങിയത്, ആണോ? പക്ഷെ രണ്ടാമത് വന്നപ്പോൾ അവിടെ ഒരു ഭവനം വിട്ടുപോയോ എന്നൊരു സംശയം. ഒന്നുകൂടി വായിക്കാമോ? അവിടുന്ന് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അരുളി ചെയ്യുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ കുടുംബവും യൂദ കുടുംബവുമായി. അപ്പൊ 2 കുടുംബം അവിടെ കാണാൻ പറ്റും, ഇസ്രായേലും യൂദായും കാണാം. ഇനി താഴോട്ട് അടുത്ത 10-ാം വാക്യം മുതലൊന്ന് വായിച്ച്. കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എന്റെ ഉടമ്പടിയിൽ ഉറച്ചു നിന്നില്ല, അതുകൊണ്ട് ഞാനും അവരെ ശ്രദ്ധിച്ചില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിവസങ്ങൾക്ക് ശേഷം, പുതിയ ഉടമ്പടിയെ കുറിച്ച് പറയാ, ആ ദിവസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ഭവനവുമായി ഞാൻ ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. അപ്പൊ അവിടെ യൂദാ ഭവനോടെ പോയി. അപ്പൊ ഇസ്രായേലിനോട് മാത്രമേ ഈ ഉടമ്പടി ഉള്ളൂ. ഇത് 12 ഗോത്രം രണ്ടായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ആ ഒരു വിഷയം അറിയാത്തവരാണെങ്കിൽ ഒരു പ്രശ്നമാണ്. അതായത് നമ്മൾ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ആ 2 ഗോത്രം ഇപ്പുറത്തും യൂദാ ഗോത്രം 10 ഗോത്രമായിട്ട് ഇപ്പുറത്ത് നിൽക്കുക, രണ്ടായിട്ട് വിഭജിച്ച് നിൽക്കുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ പറയുമ്പോൾ ഇവിടെ യൂദാ ഗോത്രത്തെ വീണ്ടും മിസ് ചെയ്തിരിക്കുക. പകരം ഇസ്രായേൽ ഭവനത്തോട് ഞാൻ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തൊട്ട് മുൻപ് ഇസ്രായേലിനോടും യൂദായോടും പറഞ്ഞു. പക്ഷെ വീണ്ടും പുതിയ ഉടമ്പടിയുടെ കാര്യം വന്നപ്പോൾ ഇസ്രായേൽ എന്ന ഒറ്റ വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ. അതായത് യാക്കോബിൻ്റെ 12 ഗോത്രങ്ങൾ എന്ന തരത്തിൽ മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവിടെയും ഒരു ചെറിയ പ്രശ്നം നമുക്കവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആരോടൊക്കെ ആയിരിക്കും ഈ ഉടമ്പടി ചെയ്തത്? ഇസ്രായേൽ ഭവനത്തോടാണ് ചെയ്തത്. നമ്മൾ ഇസ്രായേൽ ഭവനമാണോ? അതെ. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഇസ്രായേൽ ഭവനമാണെന്ന്? 2ആയിട്ട് പോലും കർത്താവ് എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. ദൈവഭവനം ഒറ്റ ഭവനം, സ്വർഗീയ യെരൂശലേം ഒറ്റ യെരൂശലേം, ഇസ്രായേൽ എല്ലാം ഇസ്രായേൽ സന്തതി, സകലരും ദൈവത്തിൻ്റെ മക്കൾ എന്ന പശ്ചാത്തലത്തിലാണ് ഈ ഒരു വിഷയം കർത്താവ് വെച്ച് ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പം ഇനി വിഭജിച്ചു പഠിച്ചാലും നമുക്ക് ഈ സംഭവം ഈ രീതിയിൽ പോകാൻ പറ്റത്തില്ല. പക്ഷെ അപ്പോഴും നമുക്ക് കീറാമുട്ടിയായിട്ട് 2 വാക്യം പൗലോസ് പറഞ്ഞു, വിജാതിയർക്ക് ഉള്ളത് അങ്ങോട്ടും പരിച്ഛേദികർക്കുള്ളോട്ട് ഇങ്ങോട്ടും എന്ന രീതിയിൽ നമ്മൾ 2 വാക്യങ്ങൾ അവിടെ കിടക്കുക. ഗലാത്യ ലേഖനം അതിൻ്റെ 3:26 മുതൽ ഒന്നുകൂടി വായിക്കാമോ? യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിനോട് അവിടെ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമാണ്, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല, യാതൊരുവിധ വ്യത്യാസവുമില്ല. എല്ലാം യേശു ക്രിസ്തുവിൽ ഒന്നാണ്. ക്രിസ്തുവിൽ എല്ലാവരും ഒന്നാണ് എന്ന് പഠിപ്പിച്ചത് ആരാണ്? ഈ ഗലാത്യ ലേഖനത്തിന്റെ എഴുത്തുകാരൻ ആരാ? പൗലോസ് തന്നെയാണ്. അപ്പൊ പൗലോസിന് ഇത് രണ്ടായിട്ട് പൗലോസ് കാണുന്നുണ്ടോ?
വിജാതീയർ വേറെ, സ്വജാതീയർ വേറെ. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിരുന്നു അല്ലേ? പണ്ടും അല്ല, ഇപ്പോഴും ഉണ്ട്, ഇല്ലായികയൊന്നുമില്ല. മാർക്കവാസികൾ എന്നൊക്കെ പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. പുതുക്രിസ്ത്യാനികൾ അല്ലേ? ഇപ്പോഴും കല്യാണ പരസ്യങ്ങൾ നോക്കിക്കോ. ഈ കത്തോലിക്ക ഇതിലാണെങ്കിൽ പോലും നമുക്ക് പല കല്യാണ പരസ്യങ്ങളിലും റിജക്റ്റ് ചെയ്യുന്നത് കാണാം പലപ്പോഴും. ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി ഒരു കല്യാണാലോചന നടത്തി കഴിഞ്ഞപ്പോൾ അവരൊക്കെ പുതുക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യുന്നത്. നമ്മൾക്കിപ്പോഴും ഹൃദയത്തിൽ നിന്ന് പോകാത്ത സാധനമാണത്. ഏത്? അവൻ വിജാതീയനാണ്, അതിൽ നിന്നും മാർക്കം കൂടി വന്നതാണ്, അവൻ പുതുക്രിസ്ത്യാനിയാണ് എന്ന സംഭവം നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വ്യത്യസ്തമായൊരു സാധനം കണ്ടു. നായരിൽ നിന്നും സ്നാനപ്പെട്ട് വിശ്വാസം സ്വീകരിച്ചു വന്ന പെന്തക്കോസ്ത് വിശ്വാസി നായന്മാരിൽ നിന്നും വന്ന വിശ്വാസികളിൽ നിന്നും വിവാഹം ആലോചിക്കുന്നു. അതെനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു. അതായത് വേറൊന്നും നിന്നും വേണ്ട, ഈഴവനും വേണ്ട, ഈഴവൻ മാർക്കം കൂടിയ ഇതൊന്നും വേണ്ട. ഏത്? അപ്പോൾ ക്രിസ്തുവിൽ വിശ്വാസത്തിൽ പോലും ഈ രണ്ട് കാറ്റഗറി അവിടെ കാണാൻ പറ്റും. മനോരമയൊക്കെ വെറുതെ വായിച്ചു നോക്കിയത് ഇങ്ങനെയുള്ള കൗതുകങ്ങളായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അതായത് ഇപ്പോഴും നമ്മുടെ ഒന്നും ഹൃദയത്തിൽ നിന്നും ഈ വർഗീയ ചിന്ത പോയിട്ടില്ല, ഈ ജാതി വ്യവസ്ഥ പോയിട്ടില്ല, ഈ കളറിൻ്റെ വ്യവസ്ഥ ഇപ്പോഴും പോയിട്ടില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കാശ്മീരിലുണ്ടായ സംഭവം നമുക്കറിയാലോ. മതം ചോദിച്ച് വെടിവെക്കുന്ന ഒരു സംഭവം. അതിനെ കൗതുകരമായി കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയുടെ റൈറ്റപ്പ് ഞാനിങ്ങനെ വായിച്ചു. ആരെങ്കിലും കാശ്മീരിലേക്ക് യാത്ര പോകുന്നുണ്ടെങ്കിൽ ആദ്യം കലിമ പഠിക്കുക, അതിനുശേഷം യാത്ര പോവുക. ജീവൻ രക്ഷിക്കണമെങ്കിൽ നിർബന്ധമായി ഉണ്ടാകേണ്ട കാര്യമാണ് കലിമ പഠിച്ചിട്ട് പോവുക. ശരിക്കും അതിനകത്ത് അഭിമാനം തോന്നിയ ഒരു കാര്യം, ഒരു ക്രിസ്തീയ വിശ്വാസി അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നൊരു സാക്ഷ്യമുണ്ട്. ഭർത്താവിനോട് കലിമ പറയാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യനാണ്, എൻ്റെ ക്രിസ്തുവിനെ ഉപേക്ഷിച്ചിട്ട് ഒന്നും പറയാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. ഉടനടി വെടിവെച്ചു. അവനാണ് രക്തസാക്ഷി. അദ്ദേഹമാണ് ക്രിസ്തുവിന് വേണ്ടി മരണത്തിൻ്റെ അവസാന നിമിഷം വരെ സാക്ഷ്യം പറഞ്ഞവൻ. നമ്മളെങ്ങനെയായിരിക്കും? കഴുത്തിൽ കത്തി വരണം. എങ്ങനെയാണ് ഈ സാധനം, ഇതിൻ്റെ ഐറ്റം എന്താണെന്ന് ഈ ഉള്ളിലുള്ള വിശ്വാസം നമ്മൾ പറയുമ്പോൾ ഭയങ്കര വിശ്വാസമാണ്. സോഷ്യൽ മീഡിയയിൽ നമ്മുടെ വിശ്വാസം ഭയങ്കര ശ്രേഷ്ഠമാണ്. ഫേസ്ബുക്കിലും യൂട്യൂബിലും കമൻറ്റ് ബോക്സിലൊക്കെ ക്രിസ്ത്യാനി എന്ന് പറയുന്ന രക്തം തിളയ്ക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. പക്ഷേ ഒരുത്തം വന്ന് കഴുത്തിൽ കത്തി വെച്ചാലേ അറിയത്തുള്ളൂ ഈ വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠത എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അപ്പോഴേ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മളൊക്കെ ഭയങ്കര പുതുക്രിസ്ത്യാനികളും വലിയ വലിയ ക്രിസ്ത്യാനികളും പാരമ്പര്യ ക്രിസ്ത്യാനികളും തോമാസ് ലീഹം എന്താ പറയുക മാമോദീസ മുക്കിയ പാരമ്പര്യ ക്രിസ്ത്യാനികൾ, അതിനൊരു പേര് പറയും. എന്തുവാ? അതിപുരാതന ക്രിസ്ത്യൻ എന്ന് അതിനെന്തൊരു പേര് പറയും? ആ ക്രീ പൂപ്പു അങ്ങനെ ഞാനിങ്ങനെ വായിച്ചിട്ട് അതിപുരാതന ആപ്പൂക്രി അതിപുരാതന ക്രിസ്ത്യാനികൾ എന്നൊക്കെ പേരൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെ എഴുതിയൊക്കെ വയ്ക്കാം, ലെറ്ററിലൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ ഈ ആപ്പൂക്രിയൊക്കെ ഒരാവശ്യം വന്നാൽ ഒരു ക്രീ ഉണ്ടാവില്ല, ഒരു ആയുണ്ടായാലും ഒരു പൂ ഉണ്ടാവില്ല, എല്ലാം പോകുന്നു മാത്രമേ ഉള്ളൂ. എല്ലാം അവസാനിക്കും. കഴുത്തിലൊരു കത്തി വന്നാൽ അപ്പോഴേ മനസ്സിലാവത്തുള്ളൂ പത്രോസിൻ്റെയും പൗലോസിൻ്റെയൊക്കെ വിശ്വാസം നമ്മുടെ വിശ്വാസം എവിടെ കിടക്കുന്നു എന്നുള്ളത് നമുക്കവിടെ തിരിച്ചറിയാൻ പറ്റും. അപ്പോസ്തലനായ പൗലോസിന് ഈ വ്യത്യസ്തതയൊന്നുമില്ല. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം വിജാതീയരും സ്വജാതീയരും സകലരും ഒന്നായിട്ടാണ് പൗലോസ് കാണുന്നത്. യഹൂദർക്ക് എന്തെങ്കിലും ഒരു ശ്രേഷ്ഠത പൗലോസ് കാണുന്നുണ്ടോ? ഒരു ശ്രേഷ്ഠതയും. താൻ തന്നെ യഹൂദരിൽ നിന്നാണ്, താൻ തന്നെ ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്നാണ്, താൻ തന്നെ ആ സന്നദ്രിൻ സംഘത്തിൻ്റെ അകത്ത് പ്രവേശിക്കാൻ അവകാശമുള്ളവനാണ്, ഗമാലിയലിൻ്റെ കീഴിൽ പഠിച്ചവനാണ്. പക്ഷെ ഇതെല്ലാം ഞാൻ എന്തായി കരുതുന്നു? ഉച്ഛിഷ്ടമായി ഞാനതിനെ കരുതുന്നു. കാരണം ക്രിസ്തുവാണ് ശ്രേഷ്ഠം, അതല്ലാതെ മറ്റൊന്നിലും ഞാൻ മേന്മ ഭാവിക്കുന്നില്ല എന്നാണ് പൗലോസ് അപ്പസ്തോലൻ പറയുന്നത്. അപ്പസ്തോലന് ഇവിടെ ഒരു വിഭാഗീയ ചിന്തയുമില്ല, ഒരു വ്യത്യസ്തതയുമില്ല. അപ്പസ്തോലനെ സംബന്ധിച്ച് എല്ലാം ഒന്ന്, ക്രിസ്തുവിൽ നാം എല്ലാം ഒന്ന്, ഒരു രക്ഷ, ഒരേ കാര്യം, അതല്ലാതെ വ്യത്യസ്തതയുള്ളതായിട്ട് അപ്പസ്തോലൻ കാണുന്നില്ല. ആ വാക്യം ഒന്നുകൂടി വായിച്ചോ, 26 മുതൽ. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. അതാരൊക്കെ? ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഇനി യഹൂദനും സ്നാനം സ്വീകരിക്കണം, യഹൂദനെന്നോ ഗ്രീക്കുകാരനും സ്നാനം സ്വീകരിക്കണം, ആരാണെങ്കിലും സ്നാനം സ്വീകരിക്കണം. അതിൽ വല്ല വ്യത്യാസമുണ്ടോ? ക്രിസ്ത്യാനി എന്ന് പറയുന്നവൻ എനിക്ക് പരിച്ഛേദന ഉണ്ട് അതുകൊണ്ട് എനിക്ക് സ്നാനം വേണ്ട എന്ന് പറഞ്ഞ കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അവൻ ക്രിസ്തുവിലേക്ക് വരണമെങ്കിൽ ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിക്കണം. റോമാലേഖനം കൃത്യമായിട്ട് അപ്പസ്തോലൻ പഠിപ്പിക്കുന്നു. അത് കൂടിയേ തീരൂ. സ്നാനം എന്ന കാര്യം കൂടിയേ തീരൂ. ഇനി അപ്പോൾ യഹൂദിന് എന്തെങ്കിലും ശ്രേഷ്ഠത ഉണ്ടെന്ന് ഇവിടെ പറയാൻ പറ്റുമോ?
ഒരു രീതിയിലും അവനൊരു വ്യത്യാസവുമില്ല. കർത്താവിൻ്റെ വചനത്തിന് മുൻപിൽ അത് യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ വിജാതീയനെന്നോ സ്വജാതീയനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ യാതൊരുവിധ കാറ്റഗറൈസും യാതൊരുവിധ വ്യത്യാസവും അപ്പസ്തോലൻ കാണുന്നില്ല. ഒറ്റ കാറ്റഗറിയെ കാണുന്നുള്ളൂ, മനുഷ്യൻ എന്ന കാറ്റഗറി. സ്നാനമെന്ന ഒരു വിശ്വാസ സത്യം, അതിലേക്ക് അവൻ പ്രവേശിച്ചാൽ അവൻ ദൈവ പൈതൽ എന്ന വിശ്വാസി എന്ന രീതിയിലേക്ക് അവൻ കടന്നു വന്നു. ഇനി ഇത് പറയുമ്പോഴും മറ്റൊരു പ്രശ്നമുണ്ട്. നമ്മളെല്ലാം സ്നാനപ്പെട്ടവരാ അല്ലേ? എപ്പോഴെങ്കിലും ആവട്ടെ. നമ്മുടെ കാരണവന്മാരൊക്കെ വിശ്വാസം പറഞ്ഞ് സ്നാനം സ്വീകരിച്ചു, മാമോദീസ സ്വീകരിച്ചു, ഇതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പുറത്ത് ചെന്ന് അതിൻ്റെ അകത്തോട്ട് കയറ്റുമോ? നമ്മൾ പത്രോസിനോട് ഒരു പ്രത്യേകമായ ബന്ധം നമുക്ക് പ്രത്യേകിച്ച് ഉണ്ടല്ലോ. നമ്മൾ പത്രോസുമായി അഭേദ്യമായ ബന്ധമുള്ളവരാണല്ലോ. അപ്പോൾ ഒന്ന് വിളിച്ചു പറഞ്ഞേക്കാം, കർത്താവേ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, നമുക്കുള്ള സീറ്റ് ഒന്ന് അറേഞ്ച് ചെയ്തേക്കണം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ വാതിൽ നമുക്ക് വേണ്ടി തുറന്നിടുമോ? ഒരു രീതിയിലും കാണുന്നില്ല. ബൈബിൾ അത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് പലപ്പോഴും സഭയിലുള്ളവരുടെ വിശ്വാസവും സകല വിശ്വാസികളുടെയും ചിന്തയും ഇത് തന്നെയാണ്. ഒരു ചടങ്ങിനൊരു മാമോദീസ, ഓക്കെ, അവൻ ക്രിസ്ത്യാനിയായി, അവന് സ്വർഗത്തിൻ്റെ വാതിൽ ഉടനടി തുറക്കപ്പെട്ട് കഴിഞ്ഞു, അവൻ പിറ്റേ ദിവസം മരിച്ചാലും സ്വർഗത്തിലാണെന്നുള്ളൊരു ചിന്തയാണ്. എന്നാൽ ദൈവവചനം അത് യാതൊരു പ്രാബല്യവും നൽകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ എൻ്റെ നല്ല ബോധ്യത്തിൽ എനിക്ക് പറയാൻ പറ്റും, ഒരു 15 വർഷം മുമ്പ് മരിച്ച എവിടെയായിരിക്കുമെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഈ നിമിഷം മരിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഉറപ്പുണ്ട്, ദൈവരാജ്യത്തിൽ ഞാൻ ഉറപ്പായിട്ടും പ്രവേശിക്കും. അതെൻ്റെ യോഗ്യതയാലല്ല, എൻ്റെ കഴിവിനാലല്ല, എൻ്റെ പ്രവൃത്തിയുടെ ഫലമല്ല, ഞാൻ പ്രഘോഷിച്ച സുവിശേഷത്തിൻ്റെ ഫലമല്ല. പറഞ്ഞെല്ലാം മാറ്റി ഒറ്റ കാര്യം പറയാം, എൻ്റെ വിശ്വാസം. കാരണം കർത്താവിൻ്റെ വചനം പറയുന്നു, അവൻ്റെ കാൽവരി ക്രൂശിനാൽ നിനക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. കർത്താവാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ അകത്ത് പ്രവേശിപ്പിക്കുന്നത്, അല്ലാതെ എൻ്റെ യോഗ്യതയല്ല. നമ്മൾ 0 ആണ്. എൻ്റെ യോഗ്യത പരിശോധിച്ചാൽ അവിടെ 0 ആണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ യോഗ്യത പരിശോധിച്ചാൽ അവിടെ 0 അല്ല, 100 ആണ്. അതുകൊണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. അതാണ് അവൻ്റെ വിശ്വാസം. ഇന്ന് നമ്മളൊരു ദേവാലയത്തിൽ ഒരു 1000 പേര് കൂടിയിരിക്കുന്നവരോട് ചോദിക്കുകയാണ്, എത്ര പേര് സ്വർഗരാജ്യത്തിൽ ചെല്ലും എന്ന് ചോദിക്കാൻ പറഞ്ഞാൽ എത്ര പേര് കൈ വെക്കും? നിങ്ങൾ എത്ര പേര് ശുദ്ധീകരണ സ്ഥലത്ത് ചെല്ലും എന്ന് ചോദിച്ചു നോക്കിയേ, അതെല്ലാവരും കൈ വെക്കും. കാരണം എല്ലാവരുടെയും പ്രത്യാശ ശുദ്ധീകരണ സ്ഥലമാണ്. സ്വർഗം എന്നൊരു പ്രത്യാശ ഇന്ന് ക്രിസ്ത്യാനിക്കില്ല. എന്തായാലും ആ വിഷയമല്ല നമ്മുടെ കാര്യം. നമ്മൾ ശ്രദ്ധിച്ചു നോക്കാം, നമ്മുടെ പ്രത്യാശ പോലും നഷ്ടപ്പെട്ടു, നമ്മുടെ വിശ്വാസം തീർത്തും പരാജയപ്പെട്ടു. ഞാൻ പറയുന്ന ഓരോ വിശ്വാസിക്കും അധിഷ്ഠിതമായൊരു വിശ്വാസം ഉണ്ടാകണം. ഞാൻ മരിച്ചാൽ ദൈവരാജ്യത്തിൽ ചെല്ലും, ഇതായിരിക്കണം വിശ്വാസം. കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നും, ഇതാണ് വിശ്വാസം. ഇതില്ലെങ്കിൽ ആ 0 ആണ്. ശുദ്ധീകരണ സ്ഥലമാണ് നിന്റെ പ്രത്യാശ എങ്കിൽ അത് പ്രത്യാശയല്ല. കർത്താവ് പറഞ്ഞ സ്വർഗരാജ്യമാണ് നിന്റെ പ്രത്യാശ. ദൈവരാജ്യമായിരിക്കണം ഒരു ക്രിസ്ത്യാനിയുടെ പ്രത്യാശ. ആർക്കാ എന്നാ പ്രത്യാശയുള്ള? എത്ര പേർക്കുണ്ട് ആ പ്രത്യാശ? ഞാൻ ദൈവരാജ്യത്തിൽ എത്തും എന്ന പ്രത്യാശയുള്ള എത്ര പേരുണ്ട്? നമ്മൾ പരിശോധിച്ചാൽ പള്ളിക്കണക്കിൽ പേരുണ്ട്, ബാഡ്ജിൽ പേരുണ്ട്, പള്ളി ബുക്കിലും പേരുണ്ട്. പക്ഷേ ഈ പ്രത്യാശ ഉള്ളവൻ, ദൈവരാജ്യത്തിൽ പേരുള്ളവൻ ഈ പ്രത്യാശ ഉള്ളവനാണ്. പക്ഷെ അത് ഉണ്ടാവത്തൂല. അത് നോക്കിക്കഴിഞ്ഞാൽ 1 or 2 കിട്ടിയ ഭാഗ്യം. എന്തുമാകട്ടെ, നമ്മൾ ദൈവവചനത്തിൽ നോക്കുക, കർത്താവ് പറയുക, അത് യഹൂദനാകട്ടെ വിജാതീയനാകട്ടെ എല്ലാം ഒന്ന്, അതല്ലാതെ മറ്റൊരു വ്യത്യസ്തത ഇവിടെ ഇല്ല എന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. നമ്മൾ ഈ വിഷയം, അതായത് എനിക്ക് തോന്നുന്നു ഇതൊരു 4-5 വർഷമായി ഈ കാര്യം ഞങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. 5 വർഷമെങ്കിലുമായി. വിജാതീയർക്കൊരു സുവിശേഷം, യഹൂദന് മറ്റൊരു സുവിശേഷം, വിജാതീയൻ്റെ രക്ഷ വേറെ, യഹൂദൻ്റെ രക്ഷ വേറെ. ആദ്യത്തെ സമയത്തൊക്കെ നമ്മളിത് ഇഗ്നോർ ചെയ്തു, ഇത് കാര്യമായി നമ്മൾ പരിഗണിച്ചില്ല. കാരണം ഒരു 10-100 പേരിൽ അടങ്ങുന്ന ഒരു പഠനമാണ്, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. നമ്മൾ എന്ത് ചെയ്തു? അതിനെ ഇഗ്നോർ ചെയ്തു. പിന്നെയും പല മേഖലകളിൽ നിന്ന് ഈ പഠനം വന്നു തുടങ്ങി. പിന്നെ മറ്റൊരു കാര്യം മനസ്സിലായി, ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പലരും ഈ യൂട്യൂബിലും പലയിടത്തും പഠിപ്പിക്കുന്ന ഇങ്ങനത്തെ പഠനങ്ങൾക്ക് അടിമപ്പെട്ട് കഴിഞ്ഞു. അപ്പോഴും ഞാൻ വിശ്വസിച്ചത് കാത്തലിക് സൈഡിൽ ഈ സാധനം ഇല്ലാന്ന്. പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസം കുറെ ഫോൺ കോളുകൾ എന്നെ ആ വിശ്വാസത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു. അങ്ങനെയല്ല, ഈ സൈഡിൽ പല വ്യക്തികളും, നമ്മളെല്ലാം നോക്കുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇതൊക്കെ പുറത്താരൊക്കെയോ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു തെറ്റായ വശം. ഇന്ന് നമ്മൾ ഈ വിഷയം ക്ലാസ് എടുക്കുന്നതിന്റെ കാരണം, നാളെ നമ്മുടെ മുമ്പിലും ഈ ചോദ്യം വരാം. അത് വലിയ വിദൂരത്തല്ല. ഇന്ന് എൻ്റെ മുമ്പിൽ വന്നെങ്കിൽ ഞാൻ 120 പേരടങ്ങുന്ന ഒരു കാത്തലിക് ഗ്രൂപ്പിൽ പ്രീച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം ഇതേ വിശ്വാസമാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ഇവർക്കുള്ള വിശ്വാസം ഈ വിശുദ്ധ കുർബാനയോടുള്ള അവിശ്വാസം മാത്രമായിരിക്കും. അത് ഒരുപക്ഷെ പുരോഹിതരോടുള്ള ഒരു വിരോധമോ വൈരാഗ്യമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകാം, പ്രത്യേകിച്ച് പണക്കാരുടെ ഒരു കൂട്ടായ്മയാണ്, അതായിരിക്കും എന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ അവരുടെ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി സംസാരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കി. ഈ ഇപ്പുറത്ത് പഠിപ്പിക്കുന്ന ഈ സെയിം കാര്യം തന്നെയാണ് ഈ 120 പേരിലും ഇതേ വിഷയം തന്നെയാണ് ഇവരുടെ ഉള്ളിലും കിടക്കുന്നത്. അതായത് വിജാതീയരും യഹൂദനും രണ്ടും 2 രക്ഷ, 2 കാര്യം എന്ന് തന്നെയാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ വിഷയം നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല, ഇതിനൊരു വാസ്റ്റ് ഏരിയ ഇപ്പോൾ അവരുടെ വിത്തുകൾ വിതറിക്കഴിഞ്ഞു.
പലരുടെയും ഹൃദയത്തിൽ ഈ തെറ്റായ ധാരണ കൊണ്ടുവന്നിട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് ചിന്തിക്കുന്നത്. നമുക്കൊന്ന് വചനം വായിക്കാം. 1 കൊറിന്തോസ് 11 അധ്യായം 23 മുതൽ വാക്യങ്ങൾ. അപ്പോസ്തലനായ പൗലോസ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം, കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്: കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്, നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ശ്രദ്ധിക്കണേ, ഈ ഒരു വാക്യം ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും പൗലോസ് ഒരു കീറാമുട്ടിയായിട്ട് എഴുതി വച്ചിരിക്കുക. അതായത് ഈ പറയുന്ന അന്ത്യത്താഴം വേണ്ട, യേശുവിൻ്റെ ശരീരക്തങ്ങളല്ല, അത് വെറും ഒരു ഓർമ്മയാചരണമാണ്, അതിന് യാതൊരുവിധ പ്രാധാന്യവും ഇല്ല എന്ന് പഠിപ്പിക്കുന്നവർക്കും ഇന്ന് ഈ പറയുന്ന 2 തലമായി പഠിപ്പിക്കുന്നവർക്കും എല്ലാം ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് പൗലോസിൻ്റെ ഈ വാക്യം. വളരെ ക്ലിയർ ആയിട്ട് പൗലോസ് എഴുതി വെച്ചിരിക്കുക. പക്ഷേ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ അകത്ത് അവർ കുറച്ചൊക്കെ ഒന്ന് കഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസമായിരുന്നത്. പക്ഷെ ഞാൻ അവരുടെ പഠനം ആഴത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഈ വിഷയത്തെ പഠിപ്പിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടാണ്. ഈ വിഷയം പൗലോസ് അപ്പോസ്തലൻ ഒരിക്കലും വിജാതിയർക്ക് വേണ്ടി പറഞ്ഞതല്ല, അന്ന് നടന്ന സംഭവത്തെ എന്ത് ചെയ്യുക, ഒന്ന് കോട്ട് ചെയ്യുക. നമ്മൾ പലപ്പോഴും ഇപ്പം ഞാനിപ്പോൾ ഈ വിഷയം പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നൊരു വിഷയം ഞാനിവിടെ പറഞ്ഞല്ലോ. കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ എന്ത് ചെയ്തു, നിങ്ങളോട് ഞാൻ പങ്കുവച്ചു. എന്ന് പറയുന്നത് പോലെ യേശു തൻ്റെ പരസ്യ ജീവിതത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രതിപാദിച്ചു പോകുന്നു. എന്നാൽ ഇത് വിജാതിയർക്കുള്ളതല്ല, ഇത് യഹൂദർക്ക് മാത്രമുള്ള വിഷയമാണ് എന്നാണ് ഇവർ പഠിപ്പിക്കുന്നത്. അതിനുവേണ്ടി ഇവർ വെക്കുന്ന ചില പ്രശ്നങ്ങൾ, ഒന്ന് അതിൻ്റെ 26 വാക്യം, അതാണ് അവർക്ക് ഏറ്റവും വലിയ നൂലാമാലയായിട്ട് വന്നത്. പക്ഷേ ആ വചനത്തെ അവർ ചിന്തിക്കുന്ന രീതി ഒന്ന് പറയാം. 26 വാക്യം ഒന്ന് വായിച്ചോ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഈ വാക്യം ഇത് ആരുടെ ആശയമാണ്? പൗലോസിന്റെ ആശയമാണോ യേശുവിന്റെ വാക്കാണോ? നിങ്ങളൊന്ന് വായിച്ചിട്ട് പറഞ്ഞാൽ മതി. 26 വാക്യം, നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പൗലോസിന്റെ ആണോ യേശുവിന്റെ ആണോ? നമുക്ക് റെഡ് ലൈൻ ബൈബിൾ വായിച്ചിട്ടുണ്ട് ആരെങ്കിലും? അതായത് യേശു പറഞ്ഞ വാക്കുകളെല്ലാം റെഡ് ലൈനിലായിരിക്കും, റെഡ് കളറിലായിരിക്കും എഴുതിയിരിക്കുന്നത്. അങ്ങനത്തെ ബൈബിൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? റെഡ് ലൈൻ ബൈബിളിൽ ഇത് പൗലോസിന്റെ വാക്കായിട്ടാണ് കിടക്കുന്നത്, യേശുവിന്റെ വാക്കായിട്ട് റെഡ് ലൈനിലല്ല കിടക്കുന്നത്. ഇത് പൗലോസിന്റെ വാക്ക് തന്നെയായിട്ടാണ് കിടക്കുന്നത്. ഇത് യേശുവിന്റെ വാക്ക് തന്നെയാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ആ വാക്യം ശ്രദ്ധിച്ച്, കർത്താവിന്റെ മരണം. അപ്പൊ അതൊരു സെക്കൻഡ് പേഴ്സൺ ആണ്, അല്ലെ? കർത്താവ് പറയുകയാണെങ്കിൽ കർത്താവിന്റെ മരണം എന്ന് പറയാൻ പറ്റുമോ? യേശുവാണ് പറഞ്ഞെങ്കിൽ എന്റെ മരണം എന്ന് പറയാൻ പറ്റില്ലേ? അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇനി അതിന് അവർ വെക്കുന്ന വ്യാഖ്യാനമുണ്ട്. പലപ്പോഴും യേശു ഭാവി കാര്യങ്ങളിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ യേശു ഒരു സെക്കൻഡ് പേഴ്സണായി നിന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ച് അവന്റെ 2ാമത്തെ ആഗമനം, മനുഷ്യപുത്രൻ വരുന്നത് വരെ എന്ന് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് യേശു തന്നെ പറഞ്ഞ വാക്യമാണ് എന്നാണ് ഇവിടെ വെക്കുന്നത്. പക്ഷേ നിങ്ങൾ അതിന്റെ തുടക്കം 23 വാക്യം ഒന്ന് വായിച്ചേ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവ് യേശു. അവിടെ നമുക്ക് വ്യത്യസ്തമായ ഒരു ആശയം കിട്ടും. ഇവിടെ പൗലോസ് തൻ്റെ ആശയം തന്നെയാണ് പറയുന്നത്. എന്നെ കർത്താവിൽ നിന്ന് എന്നെ ഭരമേൽപ്പിച്ചതാ. ഞാനത് ആരെ ഭരമേൽപ്പിക്കുന്നു? നിങ്ങളെ. ഇവിടെ നിങ്ങളെന്ന് ഉദ്ദേശിക്കുന്ന ആരോടായി പറയുന്നത്? ഈ ലേഖനം ആരുടെ ലേഖനമാണ്? കൊരിന്ത്യയിലെ ലേഖനമാണ്. ഈ കൊരിന്ത്യയിലെ വിശ്വാസികൾ ആരാ? യഹൂദരാണോ? ഭൂരിഭാഗവും വിജാതീയരാണ്. വളരെ ചുരുങ്ങിയ യഹൂദര് മാത്രമേ ഉള്ളൂ. അപ്പൊ കൊരിന്ത്യർക്ക് എന്ന ലേഖനത്തില് പൗലോസ് അപ്പോസ്തലൻ ഈ കാര്യം ആരെ ഭരമേൽപ്പിക്കുകയാണ്? കൊരിന്തോസിലെ വിശ്വാസികൾക്ക്, വിജാതീയരിൽ നിന്നും കടന്നു വന്ന വിശ്വാസികൾക്ക് ഭരമേൽപ്പിക്കുകയാണ്. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന അന്ത്യത്താഴം ഇനി യഹൂദിന് മാത്രമുള്ളതാണോ? വിജാതീയർക്കും കൂടി ഉള്ളതല്ലേ? ഈ പറയുന്ന കാര്യം പൗലോസിനെ സംബന്ധിച്ചിടത്തോളം സകലർക്കും ഒരേ കാര്യം തന്നെയല്ലേ? ഇതിൽ വല്ല വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസമില്ല. വീണ്ടും പൗലോസ് അപ്പോസ്തലൻ യേശു ആ രാത്രിയിൽ, ആ പെസഹായുടെ ദിനത്തിൽ പുതിയ ഉടമ്പടി സ്ഥാപിച്ചപ്പോൾ പറഞ്ഞ സ്ഥാപന വചനങ്ങൾ കൃത്യമായി കോട്ട് ചെയ്തു. കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ച് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ശരീരം എന്നാണ് പറഞ്ഞത്. യേശു എന്താ പറഞ്ഞത്? മൈ ഓൺ ഫ്ലഷ്, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അപ്പൊ യേശു പറഞ്ഞപ്പോഴെല്ലാം എൻ്റെ എന്ന് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വീണ്ടും എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ
അപ്പോൾ അവിടെയും ഓർമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴും എന്താ പറഞ്ഞത്? എൻ്റെ എന്ന് തന്നെയല്ലേ പറഞ്ഞത്? കർത്താവിൻ്റെ ഓർമ്മയ്ക്കെന്നാണ് പറഞ്ഞത്? അല്ല, എൻ്റെ ഓർമ്മയ്ക്കെന്നാണ്. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ശ്രദ്ധിക്കുക, കർത്താവ് പരമേൽപ്പിച്ചത് ഞാൻ നിങ്ങളെ പരമേൽപ്പിക്കുന്നു. എൻ്റെ ഓർമ്മ, എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മ, എൻ്റെ രക്തം, 4 കാര്യത്തിലും എൻ്റെ, മൈ ഓൺ എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ 26-ാം വാക്യത്തിൽ വന്നപ്പോൾ നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും, കൊരിന്ത്യസിലെ വിശ്വാസികളോട് പറയുകയാണ്, വിശ്വാസികളെ നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ യേശുക്രിസ്തുവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഇനി അവിടെയും ഒരു പ്രശ്നം, ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുക. അതായത് ഇവർ ഇതിന് വെക്കുന്ന വാദം ഇതാണ്, ഫ്യൂച്ചർ ടെൻസിൽ പറയുന്ന, ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഭാവി പ്രവചനങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവിടെ മനുഷ്യപുത്രൻ എന്ന് പറയും. ഈ മനുഷ്യപുത്രൻ ആരാണെന്നാണ് ക്രിസ്തു പറഞ്ഞത്? മനുഷ്യപുത്രൻ എന്ന് പലപ്പോഴും യേശു ഉപയോഗിച്ചിട്ടുണ്ട്. ആ മനുഷ്യപുത്രൻ വേറൊരാളായിട്ടാണോ ക്രിസ്തു പറയുന്നത്? പത്രോസിനോട് ചോദിക്കുന്നത് മനുഷ്യപുത്രൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പം മനുഷ്യപുത്രൻ എന്ന വാക്ക് ഒരിക്കലും ഒരു സെക്കൻഡ് പേഴ്സണെ യേശു ഉപയോഗിച്ചിട്ടേ ഇല്ല. യേശു മനുഷ്യപുത്രൻ എന്ന വാക്ക് എപ്പോഴും ഉപയോഗിക്കുന്നത് തന്നെയാണ്. ആ തന്നെ ഉപയോഗിക്കുമ്പോൾ മനുഷ്യപുത്രൻ എന്ന് ഉപയോഗിക്കുന്നതിന് പഴയ നിയമത്തിൽ വലിയ കാര്യങ്ങളുണ്ട്. കാരണം ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചാൽ മനുഷ്യപുത്രനെ പോലെ ഒരുവനെ കണ്ടു എന്ന് വചനത്തിൽ കിടക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ പറയുമ്പോൾ അവിടെ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ഉപയോഗിച്ച അതേ വാക്യം തന്നെ യേശു എടുത്ത് പറയുകയാണ്, മനുഷ്യപുത്രൻ എന്ന് പറയുക. ഇനി അത് മനസ്സിലാക്കണമെങ്കിൽ യഹൂദ പ്രമാണികളുടെ മുൻപിൽ വന്ന് യേശു പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുഭാഗത്തിരിക്കുന്നത് നിങ്ങൾ കാണും. ഇത് പറഞ്ഞപ്പോൾ തന്നെ പ്രധാന പുരോഹിതൻ വസ്ത്രം വലിച്ചു കീറി. ഇനി സാക്ഷികളെ കൊണ്ട് നമുക്കെന്താ ആവശ്യം? യേശു പറഞ്ഞ മനുഷ്യപുത്രന്റെ കാര്യമാണ്. യേശു പറഞ്ഞ വേറെ ആരെങ്കിലും കാര്യമാണോ? അല്ല, സ്വന്തം കാര്യമാണെന്ന് ആർക്ക് മനസ്സിലായി? പഴയ നിയമം അറിയാവുന്ന ഏതൊരു യഹൂദനും അറിയാം, ആ മനുഷ്യപുത്രൻ ഇവനാണെങ്കിൽ ഇവൻ ദൈവമാണെന്ന് അവകാശപ്പെടുന്നു. യഹൂദൻ എന്തിനാ പ്രധാന പുരോഹിതൻ എന്തിനാ വലിച്ചു കീറിയത്? അവിടെ മനുഷ്യപുത്രൻ എന്ന വാക്കുപോലും ഉപയോഗിക്കുന്നത് മിശിഹായെ കുറിച്ചാണ്. പഴയ നിയമത്തിൽ അനേക പ്രാവശ്യമായി ഉപയോഗിച്ചിരിക്കുന്ന ഈ വാക്ക് അത് മിശിഹായെ സൂചിപ്പിക്കുന്നു, ദൈവപുത്രനെ സൂചിപ്പിക്കുന്നു, ദൈവത്തെ സൂചിപ്പിക്കുന്നു. ഇത് യഹൂദർക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് യേശു പലപ്പോഴും അവിടെ മനുഷ്യപുത്രൻ എന്ന് ഭാവി കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് അവരെ തന്നെ മനുഷ്യപുത്രനാണെന്ന് പഠിപ്പിച്ചു ദൈവജനത്തിന് മുൻപിൽ. പക്ഷേ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ മനുഷ്യപുത്രൻ എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്, കർത്താവ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല നമ്മൾ നേരത്തെ കണ്ട എല്ലാ സാഹചര്യങ്ങളും ഈ ഒരൊറ്റ കാര്യത്തിന് തെളിവായിട്ട് നമുക്ക് കാണാൻ പറ്റും. പൗലോസ് അപ്പോസ്തലൻ കൊരിന്തി സഭയോട് പറഞ്ഞ കാര്യമാണ്, കൊരിന്തി സഭയോട് പറഞ്ഞ വിഷയമാണ്. കൊരിന്തി സഭയോട് പറഞ്ഞ വിഷയം ഈ ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ എന്നുള്ളത് ഇവരെങ്ങനെയെങ്കിലും യേശുവിൻ്റെ വാക്കാക്കി മാറ്റുന്നതെന്ന് അറിയാമോ? ഇത് യേശു പറഞ്ഞത് തന്നെയാണെന്ന് ഇവർ പറഞ്ഞു വെക്കുന്നതിൻ്റെ കാരണം, ഇത് കൊരിന്തി സഭയ്ക്ക് എഴുതിയതാന്ന് പറഞ്ഞാൽ അപ്പോൾ വിജാതിയർക്കും ഇതുണ്ട് എന്ന് വരും. വിജാതിയിൽ നിന്നും സ്നാനപ്പെട്ട് വന്ന എല്ലാവർക്കും ഇത് ബാധകമാണ് എന്നൊരു പ്രശ്നം വരും. അപ്പോൾ എങ്ങനെയെങ്കിലും ഇത് ഇഗ്നോർ ചെയ്യണം, എങ്ങനെയെങ്കിലും ഇത് ഒന്ന് മാറ്റിവിടണം. അതിനുവേണ്ടി ഇത് പൗലോസ് അപ്പോസ്തലൻ യേശുവിൻ്റെ വാക്ക് തന്നെ റിപ്പീറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നതാണെന്ന് പറയുക. എന്നാൽ മത്തായി, മർക്കോസ്, ലൂക്കോസ് 3 സുവിശേഷങ്ങളിൽ പുതിയ ഉടമ്പടിയെ കുറിച്ച് വചനം നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഈ കാര്യം കാണുന്നുണ്ടോ? ഒരൊറ്റ സ്ഥലത്ത് ഈ വാക്കില്ല. മത്തായി, മർക്കോസ്, ലൂക്കോസ് 3 സുവിശേഷങ്ങളിൽ പുതിയ ഉടമ്പടി സ്ഥാപനത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ എങ്ങുമില്ലാത്ത കാര്യമാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ എടുത്തു പറയുന്നത്. അത് യേശുവിൻ്റെ വാക്കല്ല, പൗലോസ് ലീഹ അതെന്ത് ചെയ്യുക? വ്യാഖ്യാനിക്കുകയാണ്. പൗലോസ് ലീഹ അത് എക്സ്പ്ലെയിൻ ചെയ്യുക. നീ എന്താണ് ഈ ചെയ്യുന്ന പ്രവൃത്തി? ഇത് വെറും ഒരു ഓർമ്മയാചരണമല്ല, പകരം നീ പ്രഖ്യാപിക്കുക. എന്ത് പ്രഖ്യാപിക്കുന്നു? യേശുവിൻ്റെ മരണം, അവൻ്റെ പ്രത്യാഗമനം, അവൻ്റെ വീണ്ടും വരവ്, അവൻ്റെ 2ാം വരവ്, അവൻ്റെ പ്രത്യക്ഷത വരെ നീ എന്ത് ചെയ്യുക? നീ പ്രഖ്യാപിക്കുക. ഇതാണ് അവൻ്റെ ഫെയ്ത്ത്, അവൻ്റെ വിശ്വാസം, അവൻ്റെ ക്രീഡ്, അവൻ്റെ വിശ്വാസ പ്രഖ്യാപനം. അതാണ് യേശു എനിക്ക് വേണ്ടി മരിച്ചു, അവൻ്റെ ശരീരരക്തങ്ങൾ എനിക്ക് വേണ്ടി തന്നു. ഇതവൻ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതും ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ വലിയ പ്രശ്നമുണ്ട്. യേശു പറഞ്ഞ തൻ്റെ ശരീരവും രക്തവും തന്നെയാണെന്ന് വിശ്വസിക്കേണ്ടി വരും. അതിനകത്ത് യാതൊരുവിധ വ്യത്യാസവും ഇല്ല. കാരണം ആ വാക്യം ഒന്നുകൂടി വായിച്ചേ,
ഇത് നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. താഴോട്ട് 27 വാക്യം നിങ്ങളൊന്ന് വായിച്ചോ. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. വെറും ഒരു ഓർമ്മയാചരണം മാത്രമാണെങ്കിൽ ഈ 27 വാക്യം നമ്മൾ അവിടെ കൊണ്ട് നോക്കിയും, തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും. അത് വെറുതെ അപ്പമാണ്. ബിസ്ക്കറ്റോ, ഓറിയോ ബിസ്ക്കറ്റോ, ഗുഡ് ഡേ ബിസ്ക്കറ്റോ, ബണ്ണോ, അപ്പമോ, ഗോതമ്പപ്പമോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന സാധാരണ വെളുത്ത ചെറിയ തിരുവോസ്തി എന്ന് പറയുന്ന ആ അപ്പമോ, പുളിപ്പുള്ളതോ പുളിപ്പില്ലാത്തതോ ഏതെങ്കിലും അപ്പം എന്ത് വേണമെങ്കിലും ആകട്ടെ, ഞാനത് ചെയ്തു കഴിഞ്ഞാൽ യേശുവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരാകുന്നത് എങ്ങനെയാണ്? ഇത് വെറും ഓർമ്മയാചരണമാണെങ്കിൽ അത് അങ്ങനെ വരുന്നത് വരുമോ? അങ്ങനെ പറഞ്ഞ കാര്യമുണ്ടോ? ഒരു ഓർമ്മയാചരണം മാത്രമാണെങ്കിൽ. ഇനി വേണ്ട, ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഈ ഓർമ്മ ആചരിക്കുന്നത് എപ്പോഴൊക്കെയാണ്? യേശുവിൻ്റെ മരണം യഥാർത്ഥത്തിൽ ഓക്കെ, ഇത് പഠിപ്പിക്കുന്ന ആളുകൾ പലപ്പോഴും ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയുന്നതേ ഇഷ്ടമല്ല. പോട്ടെ, ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത് ഇഷ്ടമല്ല. അല്ലെങ്കിൽ നമ്മൾ ഹോളി വീക്ക് ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോൾ, ഓർമ്മ ആചരിക്കുന്നു എന്ന് പറയുമ്പോൾ, നിങ്ങൾ ശരിയല്ല എന്ന് പഠിപ്പിക്കുന്നവരാണ് പെന്തക്കോസ്തിലെ ഈ സ്വതന്ത്ര വിഭാഗത്തിൽപ്പെട്ട മിക്കവരും. കാരണം അങ്ങനെ ഒരു ഹോളി വീക്കോ ഇതൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല എന്ന് പറയും. അതായത് അങ്ങനെ ഓർമ്മ ആചരിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? യേശുവിൻ്റെ മരണം, അവൻ്റെ ഉദ്ധാനം നമ്മൾ എന്നും ആചരിക്കേണ്ടതാണ്, എന്നും ഓർക്കേണ്ടതാണ് എന്ന് പഠിപ്പിക്കുന്നവരാണ് അവർ, അല്ലേ? നമ്മൾ ശരിക്കും യേശുവിൻ്റെ മരണ ഉദ്ധാനം എപ്പോഴും ഓർക്കുന്നില്ലേ? ഒരു സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷേ കർത്താവ് പറഞ്ഞു, ഇത് നീ ആചരിക്കുക തന്നെ ചെയ്യണം. അപ്പോൾ വീണ്ടും അവിടെ പ്രശ്നമാണ്. അവർ പറയുന്നത് ആചരിക്കുക വേണ്ട, അല്ലെങ്കിൽ ഇതൊരു ആചരണം മാത്രമാണെന്ന് പറയുന്നവർ, ഞാൻ പറയുന്നത് അതിപ്പോൾ സുവിശേഷം നമ്മളിപ്പോൾ ഒരു വചനം എടുക്കുന്ന എല്ലാ സമയത്തും ഒരു ആചരണം നടക്കുകയല്ലേ. ഇപ്പം ഞാനൊരു ബൈബിൾ എടുത്ത് ഒരു സുവിശേഷം പ്രസംഗിച്ചാൽ ഏറ്റവും ചുരുങ്ങിയ കാര്യം നമുക്ക് പറയാനുള്ളത് പ്രധാനപ്പെട്ട 2 വിഷയമാണ്. ഒന്ന്, യേശു മരിച്ചു, അവൻ എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. ഏറ്റവും ചുരുങ്ങിയ സുവിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സുവിശേഷം എന്ന് പറയുന്നത് ലോകത്തെ എല്ലാ സമയത്തും എവിടെയും എപ്പോഴും പ്രഘോഷിക്കുകയും ആചരിക്കുകയും ചെയ്യപ്പെടുന്നതാണ്. ആ ആചരണം മാത്രമാണ് ഈ അന്ത്യത്താഴത്തിൽ നടക്കുന്നതെങ്കിൽ അതും ഇതും തമ്മിൽ എന്ത് വ്യത്യാസം? പിന്നെന്തിന് ഈ ആചരണം കൊടുത്ത്? അതിൻ്റെ ആവശ്യം എന്താ? ഇനി അതെങ്ങനെ എനിക്ക് യേശുവിൻ്റെ ശരീരത്തിനെതിരെയുള്ള പാപമായി മാറും? ഒരൊറ്റ വ്യക്തിക്ക് പോലും ഉത്തരം തരാൻ പറ്റുന്ന ഒരു വിഷയമാണ്. വീണ്ടും അടുത്ത വാക്യം കൂടെ ഒന്ന് വായിച്ചോ, 28 വാക്യം. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. ഇത് പറയുമ്പോൾ എന്തായാലും ഒരു കാര്യം കൂടെ പറയാം. ഏറ്റവും കൂടുതൽ രോഗികളായിട്ടുള്ളവരാരാ? നിങ്ങൾ RCCയിൽ പോയിട്ട് വെറുതെ ഒന്ന് ലിസ്റ്റ് എടുത്തോ. അവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് മേരിയും തോമസും ജോസഫും പത്രോസും പൗലോസും യാക്കോബും ഒക്കെ തന്നെ കിട്ടും. ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഈ രോഗത്തിൻ്റെ പേരിൻ്റെ ഉടമസ്ഥർ നിങ്ങൾ നോക്കിക്കോ. വെറുതെ ഒരു ഹോസ്പിറ്റലിൽ വെറുതെ പോയിരിക്കുക, അവിടെ അങ്ങനെ സ്ക്രീനിൽ ഇപ്പോൾ പേരെഴുതി കാണിക്കുമല്ലോ, പേഷ്യൻസിൻ്റെ പേരെഴുതി കാണിക്കുമല്ലോ. നിങ്ങൾ പോയി ഒന്ന് നോക്കുക, ഈ പേഷ്യൻസിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ആരുടെ പേരുകളാണെന്ന് നോക്കുക. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനിയുടെ പേരൊക്കെ തന്നെയായിരിക്കും കൂടുതലായിട്ട് കാണിക്കപ്പെടുന്നത്. എന്ന് വെച്ചാൽ മറ്റവരില്ലാന്നൊന്നല്ല കേട്ടോ, രോഗം എല്ലാവർക്കും ഉണ്ട്. ഇന്നത്തെ ഫുഡിൻ്റെ ആവശ്യത്തിലധികം രോഗങ്ങളുണ്ട്. എന്നാലും ഭൂരിഭാഗവും നമ്മളൊക്കെ തന്നെയാണ്. ഇന്ന് എഴുന്നേറ്റ് നടക്കാൻ ആരോഗ്യമുള്ള എത്ര എണ്ണം ഉണ്ട് നമ്മുടെ ഇടവകളിൽ? ഇതിൻ്റെ കാരണം എന്നാ താഴെ പറയുന്നത്, കൃത്യമായിട്ട് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നത്. ശിക്ഷയാണ് എന്ത് ചെയ്യുന്നത്? ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലരിൽ രോഗിയായതിൻ്റെ, ചിലർ മരണപ്പെട്ടതിൻ്റെ, ചിലർ ദുർബലരായി പോയതിൻ്റെ കാരണം ഇത് തന്നെയാണെന്നാണ് കർത്താവിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്. ഇത് പൗലോസ് അപ്പോസ്തലൻ എഴുതുന്ന കാലഘട്ടം ഏതാ? ഏത് കാലഘട്ടത്തിൽ എഴുതുന്നത്? ഞാനൊരു ഓപ്ഷൻ തരിക. സുവിശേഷകരായിരിക്കും ആദ്യം ഇത് എഴുതിയ, പൗലോസ് ആയിരിക്കും എഴുതിയിരിക്കുന്നത്. ആദ്യം ലേഖനമാണ് എഴുതപ്പെട്ടത്, അത് സുവിശേഷങ്ങളാണ് എഴുതപ്പെട്ടത്. സുവിശേഷമാണ് ആദ്യം എഴുതപ്പെട്ടത്, അത് കഴിഞ്ഞിട്ടാണ് ഒരു പക്ഷേ ലേഖനം എഴുതപ്പെട്ടത് എന്നാണ് നിങ്ങളുടെ ഒരു ചിന്ത. ഓക്കെ, നമുക്ക് ആ കാലഘട്ടം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ, ഈ നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന POC ബൈബിളിൻ്റെ ബേസ് മാത്രം വെച്ച് പോയാൽ അതിൻ്റെ കാലഘട്ടം പറയുന്നത് മർക്കോസിൻ്റെ സുവിശേഷം എഴുതപ്പെട്ടത് AD 65-നും 70-നും ഇടയിലാണ്. ചില പണ്ഡിതന്മാർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. AD 60-നും 70-നും, എന്തായാലും 70-ന് മുൻപാണെന്നുള്ളത് എല്ലാ പണ്ഡിതന്മാരും ഒരുപോലെ അംഗീകരിക്കുന്ന വിഷയമാണ്. ഇനി മത്തായി സുവിശേഷം നോക്കിക്കഴിഞ്ഞാൽ 75-നും 90-കൾക്കും ഇടയിൽ എന്നാണ് പറയുന്നത്. 90-നും 75-നുമൊക്കെ ഇടയിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇനി ലൂക്കാ സുവിശേഷം നോക്കിക്കഴിഞ്ഞാൽ 70-ന് ശേഷം എന്നുള്ളതാണ് ലൂക്കാ സുവിശേഷത്തിൻ്റെ കാലഘട്ടം പറയുന്നത്. എന്നാൽ 1 കൊരിന്തി
എഴുതിയിരിക്കുന്ന കാലഘട്ടം പറയുന്നത് AD 57. AD 57. അപ്പോൾ ഒരു സുവിശേഷവും നിലവിൽ എഴുതപ്പെട്ടിട്ടില്ല. ആദ്യത്തെ സുവിശേഷമായ മർക്കോസ് സുവിശേഷം പോലും AD 60 ശേഷമാണ് എഴുതിയിരിക്കുന്നതാണ് എല്ലാ പണ്ഡിതന്മാരും പൊതുവായി പറയുന്നത്. അത് കൃത്യമായ കാലഘട്ടം എല്ലാവരും പറയുന്നില്ല, 60-നും 70-നും ഗ്യാപ്പിൽ എന്നുള്ളതാണ് പൊതുവായി പറയപ്പെടുന്ന ഒരു കാലഘട്ടം. പക്ഷേ ലേഖനത്തിൻ്റെ കാര്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇത് AD 57 എഴുതിയ കാര്യമാണെന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇനി അവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക. യേശു ക്രിസ്തുവിൻ്റെ കാൽവരിയിലെ ക്രൂശുമരണം നടന്നത് AD 33-ലോ 34-ലോ. ഇനി ആ ഒരു ചെറിയൊരു വ്യതിയാനം നമുക്ക് ചിലപ്പോൾ ചരിത്രപരമായി പല വിഷയങ്ങൾ പഠിക്കുന്നവർക്ക് അറിയാം. കൃത്യമായിട്ട് നമുക്കൊരു കാലഘട്ടം പറയാൻ പറ്റാറില്ല. ഏകദേശം ആ ഒരു സമയം പോട്ടെ, 35 വരെ നമുക്ക് എടുക്കാം. 35 ആ ക്രൂശുമരണത്തിന് എത്ര വർഷത്തിന് ശേഷമാണ് പൗലോസ് അപ്പോസ്തലൻ ഈ കാര്യം എഴുതിയിരിക്കുന്നത്? 45, 55, 57 എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 22 വർഷമെങ്കിലും ഉണ്ടാകും. ഏറ്റവും കുറഞ്ഞത് പലപ്പോഴും ചരിത്രകാരന്മാർ പറയുന്നത് 25 വർഷത്തോളം ഉണ്ടെന്ന് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് മാനസാന്തരത്തിലേക്ക് വന്ന 1 വർഷത്തിന് ശേഷം, ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിനും ഏകദേശം 1 വർഷം എന്നുള്ളതാണ് കണക്ക് പറയുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ 23 വർഷമെങ്കിലും നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഈ 23 വർഷം അപ്പോസ്തലന്റെ വിശ്വാസവും പ്രബോധനവും എന്തായിരുന്നു? ഇത് യേശുവിൻ്റെ ശരീരമാണെന്നും ഇത് യേശുവിൻ്റെ രക്തമാണെന്നുള്ള കാര്യത്തിൽ അപ്പോസ്തലന് യാതൊരുവിധ സംശയവുമില്ല. മാത്രമല്ല, ഈ ശരീരത്തിൽ നിന്നും കൊരിന്തിയിലെ വിജാതീയ വിശ്വാസികളോട് പറയുക, നിങ്ങൾ ശരീരശോധനയും ചെയ്യണം, ആത്മശോധനയും ചെയ്യണം. അല്ലാതെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങളിൽ പലരും ദുർബലരും രോഗികളും പലരും മരണപ്പെട്ടതിന്റെ കാരണവും ഇത് തന്നെയായിരിക്കുമെന്നാണ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വെറുതെ കാട് കയറി ചിന്തിക്കേണ്ട യാതൊരു പ്രശ്നവും ഇതിൻ്റെ അകത്ത് വരുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഇത് യേശുവിൻ്റെ ശരീരവും രക്തവും തന്നെയാണ്. ശരീരവും രക്തവും തന്നെയാണെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുന്നുള്ളൂ? ഞാൻ അതിന് അനാദരവ് വെച്ചാലോ അതല്ലെങ്കിൽ ശരീരശോധനയില്ലാതെ ആത്മശോധനയില്ലാതെ ഞാനിത് ഭക്ഷിച്ചാൽ എന്തെങ്കിലും സംഭവിക്കത്തുള്ളൂ. അല്ലാതെ എന്തെങ്കിലും സംഭവിക്കാൻ പറ്റുമോ? ഇല്ല. ഈ ഓർമ്മയാചരണം നടത്തുക, ഇതിൽ യാതൊരുവിധ അടിസ്ഥാനവും ഇല്ലാന്ന് വെക്കുക. വെറുതെ ഒരു ഓർമ്മയാചരണം നടത്തുന്നത്, ഞാനിത് വെറുതെ വാങ്ങി ഭക്ഷിക്കുന്നില്ല, എനിക്ക് എങ്ങനെ രോഗത്തിന് കാരണമാകും, എനിക്കതെങ്ങനെ പ്രശ്നമാകും, എന്നെ എങ്ങനെ ദുർബലനാക്കും, എന്നെ എങ്ങനെ മരണപ്പെടുത്തും. ഈ കാര്യം ഇതിൽ യാതൊരുവിധ മാറ്റവും വരുന്നില്ല എങ്കിൽ എൻ്റെ വിശ്വാസത്താൽ പോലും ഇത് യേശുവിൻ്റെ ശരീരമോ രക്തമോ ആകുന്നില്ലെങ്കിൽ അതെനിക്ക് യാതൊരു പ്രശ്നവും വരാൻ പാടില്ല. യാതൊരു പ്രശ്നവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പാടില്ല. അത് സാധാരണ ഒരു അപ്പം ഭക്ഷിക്കുന്ന പോലെ, ഒരു ബിസ്ക്കറ്റ് ഭക്ഷിക്കുന്ന പോലെ നമുക്ക് ഭക്ഷിക്കാൻ പറ്റും. അതെനിക്കൊരു പ്രശ്നവും ആകുന്നില്ല. പക്ഷേ കർത്താവിൻ്റെ അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക, ഇത് നിനക്ക് രോഗത്തിനും ഇത് നിന്നെ മരണത്തിന് പോലും കാരണമാക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിച്ചേ മതിയാകൂ. അത് യേശുവിൻ്റെ ശരീരവും രക്തവും തന്നെയാണ്, യാതൊരുവിധ മാറ്റവുമില്ലെന്ന് അപ്പോസ്തലൻ വിശ്വസിച്ചിരുന്നു. മറ്റാരൊക്കെ വിശ്വസിച്ചു എന്നുള്ളതല്ല, അപ്പോസ്തലന്റെ വിശ്വാസമാണ് അവൻ കൊരിന്തിയിലെ വിശ്വാസികൾക്ക് ഭരമേൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോസ്തലന് വ്യക്തമായിട്ട് വിശ്വാസമുണ്ട്, ഇത് യേശുവിൻ്റെ ശരീര രക്തം തന്നെയാണ്.